നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഞ്ഞിക്കട്ട പോലത്തെ ഒരു പുട്ടാണ്. സാധാരണ അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ട്. വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള 2 കപ്പ് അരിപ്പൊടി നമ്മൾ ആദ്യം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ സാധാ പച്ചരി പൊടിച്ച് വെച്ചിരിക്കുകയാണ്. സാധാരണ അരിപ്പൊടി നമ്മുടെ പുട്ടിനുള്ള ഒരുപാട് നൈസ് ആവേണ്ട ചെറിയ തരിയുള്ള അരി നമ്മൾ പൊടിച്ചെടുത്തിട്ട് അത് നമ്മൾ വെള്ളത്തിലായത് തന്നെ കറക്റ്റായിട്ട് മിക്സ് ചെയ്യാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ഓവറാവാതെ കുറേശ്ശെയായിട്ട് തളിച്ച് കൊടുത്ത് ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഫുള്ള് മാവിലേക്ക് വരുന്ന രീതിയിലായി കഴിയുമ്പോൾ ഒട്ടും തരിയില്ലാതെ നമ്മളതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ആവേണ്ട ഒരു പരുവെന്ന് വെച്ചാൽ നമ്മൾ ഞെക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതായിട്ട് ആ ഷേപ്പിൽ തന്നെ വരണം. എന്നിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് പൊടിക്കാനും പറ്റണം. ആ ഒരു പരുവത്തിൽ വേണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഈ നമ്മുടെ അരിപ്പൊടിയിൽ ഉണ്ടാവാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒരു 40 സെക്കൻഡ് വരുന്ന രീതിയിലൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഇതായിട്ട് തന്നെ കിട്ടും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുള്ളൂ. 2 തവണയായിട്ടാണ് അങ്ങനെ കൃഷി ചെയ്തെടുക്കുന്നത്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുട്ടുകാണെങ്കിൽ നമ്മൾ ചില്ലിട്ട് കൊടുക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒട്ടും തരിയില്ലാതെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അതിൻ്റെ മുകളിലേക്ക് തേങ്ങാപ്പീര, വീണ്ടും നമ്മൾ പുട്ടുകൂടി ഇട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ തേങ്ങാപ്പീര വെച്ചു. ആ തിളച്ച ആവി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ലിഡ് വെച്ച് അടച്ചു. ഇതൊരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കുക്കായിട്ട് വരും. അതിനുശേഷം നമ്മൾ ചൂടാറിയ ശേഷം നമ്മൾ എടുക്കുക. അതിൻ്റെ ലിഡ് മാറ്റി കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒരു തരത്തിലുള്ള ലെയറും ഇല്ലാതെ നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങോട് കൂടി തന്നെ പുട്ട് വരും. സാധനം വാങ്ങിക്കാതെ തന്നെ വീട്ടിൽ കിട്ടുന്ന സാധാ പച്ചരി ഉപയോഗിച്ചിട്ടുള്ള പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കണേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.